Good morning. Good morning. Good morning. Good morning. എല്ലാവർക്കും കാണാനും കേൾക്കാനൊക്കെ പറ്റുന്നുണ്ടോ? Good morning. കാണാൻ പറ്റുന്നുണ്ട്? കാണാൻ പറ്റുന്നുണ്ട്? കേൾക്കാൻ പറ്റുന്നുണ്ട്? സൗണ്ട് ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ക്ലിയർ ആണ് അല്ലേ? ഓക്കെ. ഓക്കെ, എന്തിനാണ് ഇവിടെ കൂടിയിരിക്കുന്നതെന്ന്? എന്താണ് ക്ലാസ് ആണല്ലേ? എന്ത് ക്ലാസ്സാ? മോണ്ടിസോറി ആണല്ലേ? ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അല്ലേ? ഇൻട്രൊഡക്ഷൻ പറയാനാണ് അല്ലേ? ഇൻട്രൊഡക്ഷൻ പറയാനാണ്. ഓക്കെ, MT17 ബാച്ച് ആണ് നിങ്ങളുടേത് കേട്ടോ. MT17 അതൊക്കെ അറിയാലോ. ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ ആദ്യം എന്നെ പരിചയപ്പെടുത്താം. അതിനെ കുറിച്ച് അറിയാൻ ആഗ്രഹമില്ലേ നിങ്ങൾക്ക്? അല്ലേ? ഓക്കെ. എന്റെ പേര് അശ്വതി. മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ ആണ്. മോണ്ടിസോറി ബാച്ചുകളിൽ പഠിപ്പിക്കുന്ന ടീച്ചറാണ് കേട്ടോ. ഓക്കെ, അപ്പൊ എന്റെ പേര് പരിചയപ്പെട്ടു അല്ലേ? നിങ്ങളുടെയൊക്കെ പേര് അറിയാനായിട്ട് ആഗ്രഹമുണ്ട്. ജസ്റ്റ് ഒന്ന് ഓരോരുത്തരായിട്ട് പറയാമോ? അധികം ഡിസ്റ്റർബൻസ് വരരുത്, എപ്പോ വരും. ഓരോരുത്തരായിട്ടൊക്കെ പറയാമോ ഇപ്പൊ ഇവിടെ ഉള്ള ആളുകള്? എന്റെ പേര് ഫാത്തിമ. ഫാത്തിമ. എവിടെയാണ് വീട്? എവിടെയാണ്? എന്റെ വീട് കവലയൂര്. എവിടെയാ? കവലയൂര്, തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരം ജില്ല. ഓക്കെ ഓക്കെ ഓക്കെ. ശ്രുതി ലക്ഷ്മി. ശ്രുതി ലക്ഷ്മി. എന്റെ പേര് ശ്രുതിലക്ഷ്മി. ഞാൻ കോട്ടയം ജില്ലയാണ്, ബ്രഹ്മമംഗലം എന്ന് പറയും. ഓക്കെ. ജിഷ വിമോദ്. കേൾക്കുന്നില്ല? സൗണ്ട് വേണല്ലോ മോളെ. മൈക്ക് ഓൺ ചെയ്തേ. മൈക്ക് ഓൺ ചെയ്തേ. മൈക്ക് ഓൺ ആണോ? കേൾക്കാൻ പറ്റുന്നില്ല. ഓക്കെ ഓക്കെ, ഞാൻ വരാം കേട്ടോ, വരാം. വേറെ ചോദിക്കട്ടെ. ഓക്കെ. ജിൻസി രാജീവ്. ജിൻസി. ഞാൻ ജിൻസ് രാജീവ്, കോയമ്പത്തൂരാണ്. കോയമ്പത്തൂരാണ്. അഹല്യ. അഹില്യ അസ്ലാം. എന്റെ പേര് ആയിഷ. കുളത്തൂപ്പുഴ. അനുശ്രീ. ഹലോ. ജിഷ, ഇടുക്കി കട്ടപ്പന. ഇടുക്കി കട്ടപ്പന. ഓക്കെ ഓക്കെ. അനുശ്രീ. മിസ്, ഞാൻ അനുശ്രീ, കാസർഗോഡ് ജില്ലയിൽ. ഓക്കെ ഓക്കെ. അർസു നവാസ്. എന്റെ പേര് അർസു, പത്തനാപുരം, കൊല്ലം ജില്ല. മൈക്ക് ഒന്ന് ഓഫ് ചെയ്തിട്ടോ. ജിഷയുടെ മൈക്ക് ഇപ്പൊ വരുന്നത്. ഓക്കെ, ഞാൻ പറയുന്ന ആളുകൾ മാത്രം പറഞ്ഞാൽ മതി. ജയ്മോൾ അജീഷ്. ജയ്മോൾ. എന്റെ പേര് ജയ്മോൾ അജീഷ്. ഞാൻ വൈപ്പിൻ, എടവനക്കാട്. ഓക്കെ.
ഓക്കെ. വിദ്യ. എന്റെ പേര് കേൾക്കുന്നില്ല. സ്ഥലം മങ്കട, മലപ്പുറം. ആ ഓക്കെ. അപ്പൊ കുറച്ചുപേരെ പരിചയപ്പെട്ടു. ഇനി ബാക്കിയുള്ള ആളുകളെ പിന്നെ പരിചയപ്പെടാം കേട്ടോ. ഓക്കെ. നമ്മള് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബൻസ് വരും. റെക്കോർഡ് ക്ലാസ് കാണുന്നവർക്ക് എക്കോ ഉണ്ടാവും. ഓക്കെ. ബാക്കി പിന്നെ പരിചയപ്പെടാം കേട്ടോ. ഓക്കെ. ഓക്കെ ഓക്കെ. അപ്പൊ കുറച്ച് പേരെ അറിയാൻ പറ്റി. പലരും പല സ്ഥലങ്ങളിൽ നിന്നാണ് വന്നിരിക്കുന്നത് അല്ലേ? പല ജില്ലകളിലായിട്ടാണ് ഉള്ളത്. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ഈ കോഴ്സിനെ കുറിച്ച് അറിഞ്ഞത്? ഞാൻ അയൽക്കൂട്ടം വഴിയാണ് അറിഞ്ഞത്. കുടുംബശ്രീ വഴിയാണ് അറിഞ്ഞത് അല്ലേ? ഓക്കെ. പിന്നെ മറ്റുള്ളവരോ? കുടുംബശ്രീ വഴി. മെജോറിറ്റി കുടുംബശ്രീ വഴിയാണ്. ഈ കോഴ്സിൽ ചേരാനായിട്ട് ആഗ്രഹിച്ചു വന്നവരാണോ? അതെ. മ്യൂട്ട് ചെയ്യട്ടോ. ഞാൻ ചോദിക്കുന്നവര് പറഞ്ഞാൽ മതി. എത്ര പേര് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട്? എല്ലാവരും ആഗ്രഹിച്ചു വന്നവരാണ് അല്ലേ? ഓക്കെ ഓക്കെ. പിന്നെ വെറുതെ ഒരു കോഴ്സ് ചെയ്യാൻ അങ്ങനെ വന്നവരുണ്ടോ കൂട്ടത്തില്? എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു വന്നവരാണ് അല്ലെ? ഓക്കെ. ഇനി ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങളോട്. നമ്മളെല്ലാം പഠിച്ചു വന്നിട്ടുള്ള രീതി എന്താ? മെത്തേഡ് പണ്ട് മുതലേ നമ്മൾ പഠിച്ചു വന്നിട്ടുള്ള രീതി എന്താ? നമ്മുടെ ക്ലാസ് റൂമിൽ നമ്മൾ കണ്ടിട്ടുള്ള രീതി എന്താ? പഠിക്കുന്നു, പരീക്ഷ എഴുതുന്നു. ട്രഡീഷണൽ മെത്തേഡ് അല്ലേ? അതെ. ആ, എങ്ങനെയാണ് ക്ലാസ് റൂമിൽ ടീച്ചർ വരുന്നത്? എങ്ങനെയാ ജിൻസി ഒന്ന് പറഞ്ഞേ. ടീച്ചർ പുസ്തകമായിട്ട് വരുന്നു, നമ്മളെ പഠിപ്പിക്കുന്നു, നമ്മളത് പഠിക്കുന്നു, പരീക്ഷ എഴുതുന്നു. ആ അതെ, ഒരു ടീച്ചർ ബുക്കും വടിയുമായിട്ട് വരും അല്ലെ? ക്ലാസ്സിൽ നേരെ അറ്റൻഡൻസ് എടുക്കും. അതിനുശേഷം ചാപ്റ്റർ തുടങ്ങും. ആ ടീച്ചർ ഇങ്ങനെ വാദോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കും. കുട്ടികൾ അത് കേൾക്കും. പകുതി കുട്ടികൾ കളയും, പകുതി കുട്ടികൾ അവരുടെ മൈൻഡിലേക്ക് എടുക്കും. പിന്നീട് പരീക്ഷ എഴുതുന്നു, മാർക്ക് കിട്ടുന്നു, പാസ് ഔട്ട് ആകും അല്ലെ? ഈ ഒരു മെത്തേഡിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ എല്ലാവരും തന്നെ പഠിച്ചു വന്നിട്ടുള്ളത് അല്ലെ? ഈ മെത്തേഡിന്റെ പ്രത്യേകത എന്താണ്? കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും, കുറച്ച് കാര്യങ്ങൾ നമ്മൾ മറന്നു പോകും അല്ലെ? മറന്നു പോകുന്നത് എന്തുകൊണ്ടാ? ഡീപ്പായിട്ട് പഠിക്കുന്നില്ല. ആ, അതായത് നമ്മൾ ബൈഹാർട്ടാണ് പഠിക്കുന്നത് അല്ലെ? മനസ്സിലാക്കി പഠിക്കുന്നില്ല. അതാണ് അതിന്റെ പ്രത്യേകത അല്ലെ? എല്ലാ കാര്യങ്ങളും നമ്മൾ ബൈഹാർട്ട് പഠിച്ചിട്ടാണ് പരീക്ഷ എഴുതുന്നത്. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഏറിയ ഭാഗവും മറന്ന് പോകുന്നത്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ട്രഡീഷണൽ ക്ലാസ് റൂമുകളിൽ ഉണ്ടാകുന്ന ചില കാര്യങ്ങളാണ് ബ്ലാക്ക് ബോർഡ് ഉണ്ടാകും, ടെക്സ്റ്റ് ബുക്കുകൾ ഉണ്ടാകും, നോട്ട് ബുക്കുകൾ ഉണ്ടാകും അല്ലെ? ടീച്ചർ ഒരു മാത്സ് ക്ലാസ് അല്ലെങ്കിൽ ഒരു മാത്സ് ടീച്ചറാണ് വരുന്നതെങ്കിൽ ആ ടീച്ചർ എന്ത് ചെയ്യുന്നു? ടെക്സ്റ്റ് നോക്കി കുറച്ച് കാര്യങ്ങൾ പഠിപ്പിക്കുന്നു, അത് ബ്ലാക്ക് ബോർഡിൽ എഴുതുന്നു അല്ലെ? ആ ബ്ലാക്ക് ബോർഡിൽ എഴുതുമ്പോൾ കുട്ടികൾക്ക് അത് മനസ്സിലാകുന്നു, കുട്ടികൾ അത് നോട്ടിൽ എഴുതിയെടുക്കുന്നു, അവരത് പഠിക്കുന്നു. ഓക്കെ. പിന്നെ ടീച്ചറുടെ നിർദ്ദേശപ്രകാരം ഹോംവർക്കുകൾ കൊടുത്തിട്ടുണ്ടാകും, പ്രൊജക്ടുകൾ കൊടുത്തിട്ടുണ്ടാകും. അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ടീച്ചറുടെ നിർദ്ദേശപ്രകാരം കുട്ടികൾ അനുസരിക്കുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു രീതിയാണ് എന്ത്? ഈ ട്രഡീഷണൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ സ്റ്റുഡൻസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ എല്ലാ സ്റ്റുഡൻസും ഒരുപോലെയാണോ? അല്ല അല്ലെ? ഡിഫറെന്റ് ആണ് അല്ലെ? എല്ലാവർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള ടേസ്റ്റുകൾ ഉണ്ട്, ഡിഫറെന്റ് ആയിട്ടുള്ള സ്കില്ലുകളാണ്. പിന്നെ അവരുടെ IQ ലെവലിന് വ്യത്യാസമുണ്ട്. അങ്ങനെ കുറെ അധികം വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ അതിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ട്രീറ്റ് ചെയ്യുന്നത് അല്ലെ? എല്ലാ കുട്ടികളെയും ടീച്ചേഴ്സ് ഒരേപോലെ ആയിരിക്കും ട്രീറ്റ് ചെയ്യുന്നത്? അല്ല അല്ലെ? അവരുടെ സ്വഭാവം അനുസരിച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു മാനറിസം ഒക്കെ അനുസരിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? ടീച്ചേഴ്സ് അവരെ ട്രീറ്റ് ചെയ്യുന്നത്.
പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഏതൊരു ക്ലാസ് റൂമിലായാലും കുട്ടികൾക്ക് പ്രത്യേകമായിട്ട് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കണം. ഓക്കെ, ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കേണ്ടിടത്ത് നമ്മൾ എന്ത് കൊടുത്തിരിക്കണം? ഇൻഡിവിജ്വൽ അറ്റൻഷൻ നമ്മൾ കൊടുത്തിരിക്കണം. ഓക്കെ, ഒന്ന് മ്യൂട്ട് ചെയ്യട്ടോ, എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഇതിപ്പോ ഞാൻ പറഞ്ഞത് ട്രഡീഷണൽ ക്ലാസ് റൂമിനെ കുറിച്ചിട്ടാണ്. ഇനി നമ്മുടെ മോണ്ടിസോറി ക്ലാസ് റൂമിലേക്ക് വരാം. നിങ്ങൾ മോണ്ടിസോറി ക്ലാസ് റൂം കണ്ടിട്ടുണ്ടോ? ഇല്ല, കേട്ടിട്ടേ ഉള്ളൂ. കേട്ടിട്ടുണ്ടല്ലേ? എന്താണ് പ്രത്യേകത മോണ്ടിസോറി ക്ലാസ് റൂമിന്റെ? ശരിക്കും അറിയത്തില്ല. പ്രാക്ടിക്കലൊക്കെ കൂടുതൽ ഉണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അതായത് പ്രാക്ടിക്കൽസ് ആണ് കൂടുതലായിട്ടുള്ളത് അല്ലെ? അപ്പാരറ്റസ് ഉണ്ടാവും. ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ്. ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ് ആണ്. മെറ്റീരിയൽസ് ഉണ്ടാവും കൂടുതലായിട്ട് അല്ലെ? ഓക്കെ, അപ്പൊ മോണ്ടിസോറി മെത്തേഡില് ടീച്ചർ എന്നാണോ പറയുന്നേ? പഠിപ്പിക്കുന്ന ആളെ ആണോ? അല്ല, വേറൊരു ടേം ആണ് യൂസ് ചെയ്യുക. ഫെസിലിറ്റേറ്റർ ആണ് കേട്ടോ. ഫെസിലിറ്റേറ്റർ അതായത് നിങ്ങളിൽ ഒരാളായിട്ട് നിന്നുകൊണ്ട് ഗൈഡ് ചെയ്യുക എന്നുള്ളതാണ് ജോലി. അത് നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുമ്പോഴും ഇപ്പൊ നമ്മുടെ ഈ ഒരു ക്ലാസ് റൂമിലാണെങ്കിൽ അങ്ങനെ തന്നെയാണ് പോവുക. ഒരിക്കലും ഒരു വൺ വേ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല. നമ്മൾ ട്രഡീഷണൽ ക്ലാസ് റൂമിൽ കാണുന്ന പോലെ ഒരു വൺ വേ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കില്ല. ഞാൻ പറയുന്ന കാര്യങ്ങളും നിങ്ങളും ഏറ്റുപിടിക്കണം, നിങ്ങളും ഇവിടെ പറയണം കേട്ടോ. ഒരു കാര്യം ഞാൻ പറയുമ്പോൾ അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ, അത് ചിലപ്പോ നിങ്ങളുടെ എക്സ്പീരിയൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ള സജഷൻസ് ആയിരിക്കാം. അതെന്ത് തന്നെ ആയാലും ഇവിടെ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഒരു ടൂ വേ കമ്മ്യൂണിക്കേഷനിലൂടെയാണ് എന്ത് ചെയ്യുക? നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോവുക. മനസ്സിലായല്ലോ? മനസ്സിലായല്ലേ? നേരത്തെ പറഞ്ഞു ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ് ആണ്. അതായത് കുറെ അധികം ആക്ടിവിറ്റീസ് കുട്ടികൾക്ക് കൊടുക്കും. ഈ ആക്ടിവിറ്റീസ് എന്തിനാണ് കൊടുക്കുന്നത്? കുട്ടികളുടെ മോട്ടോർ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പലതരത്തിലുള്ള കാര്യങ്ങൾ അവർ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കളറുകൾ പഠിക്കാനും ഷെയ്ഡ്സുകൾ പഠിക്കാനും, പിന്നെ അവര് കൈവിരലുകൾ, അവരുടെ ഫിംഗർ വെച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലെ? ചെറിയ കുട്ടികള് അല്ലെ വിരല് വെച്ചിട്ടല്ലേ ചെയ്യുന്നേ? അവർ പെൻസിൽ എങ്ങനെ ഹോൾഡ് ചെയ്യാൻ പഠിക്കുന്നു, അവരെങ്ങനെയാണ് ടച്ച് ചെയ്ത് കാണിക്കുന്നത്. അങ്ങനെ ധാരാളം ആക്ടിവിറ്റികളിലൂടെ എന്ത് ചെയ്യും? കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന രീതിയാണത് ഈ മോണ്ടിസോറി മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിലൂടെ കുട്ടികൾ കൂടുതൽ ഇൻഡിപെൻഡന്റ് ആവുക ചെയ്യുന്നത്. നമ്മുടെ ട്രഡീഷണൽ ക്ലാസ് റൂമിൽ കാണാത്തൊരു പ്രത്യേകതയാണ് എന്ത്? ഇൻഡിപെൻഡന്റ് എന്ന് പറയുന്നത് അല്ലെ? സ്വാതന്ത്ര്യമില്ല. അതായത് കുട്ടികൾ പല കാര്യങ്ങളിലും കുട്ടികൾക്ക് റെസ്ട്രിക്ഷൻ ഉണ്ട്. അവിടെ അവരെ ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റും. ടീച്ചറുടെ ഇൻസ്ട്രക്ഷൻ പ്രകാരമല്ലോ ഓരോ കാര്യങ്ങളും കുഞ്ഞുങ്ങൾ ചെയ്യുന്നേ. അവരുടെ ഇഷ്ടം അവിടെ എന്ത് ചെയ്യുന്നില്ല, നോക്കുന്നില്ല അല്ലെ? പക്ഷെ മോണ്ടിസോറി ക്ലാസ് റൂമില് നേരെ ഓപ്പോസിറ്റ് ആണ്. കുട്ടികൾക്ക് അവരുടേതായിട്ടുള്ള ഫ്രീഡം കിട്ടുന്നുണ്ട്. ഓക്കെ, ഒരു ആക്ടിവിറ്റി കുഞ്ഞുങ്ങള് ഒരു മെറ്റീരിയൽ, ധാരാളം മെറ്റീരിയൽസ് മോണ്ടിസോറി ക്ലാസ് റൂമിൽ ഉണ്ടാവും കേട്ടോ. അതാണ് മോണ്ടിസോറി ക്ലാസ് റൂമിന്റെ പ്രത്യേകത. പലതരം മെറ്റീരിയൽസ്, അതായത് നമ്മുടെ മാത്തമാറ്റിക്കൽ ഏരിയയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ഡിവിഷൻ ബോർഡ് ഉണ്ടാകും അല്ലെ? ഡിവിഷൻ ചെയ്യാനായിട്ട് മൾട്ടിപ്ലിക്കേഷൻ ബോർഡ് ഉണ്ടാകും. അതുപോലെ അഡീഷൻ ഉണ്ടാവും, സബ്സ്ട്രാക്ഷൻ ഉണ്ടാകും, പലതരത്തിലുള്ള ഷേപ്സുകൾ ഉണ്ടാകും, പലതരത്തിലുള്ള പിക്ചറുകൾ ഉണ്ടാകും. ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? കുട്ടികള് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം അവർക്ക് ഏത് ആക്ടിവിറ്റി ആണോ ചെയ്യേണ്ടത്, അവർക്ക് ഏത് മെറ്റീരിയൽ ആണോ കൂടുതൽ ഇഷ്ടമാകുന്നത്, അതെടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് കൂടുതൽ അതുമായി ബന്ധപ്പെട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോ അവിടെ എന്ത് കിട്ടുന്നുണ്ട്? ഇൻഡിപെൻഡൻസ് കൂടുതലായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ കാര്യങ്ങൾ കുറച്ചുകൂടി കണ്ട് മനസ്സിലാക്കി പഠിക്കാനായിട്ട് സാധിക്കും അല്ലെ? ധാരാളം മെറ്റീരിയൽസ് ഉണ്ട് അല്ലെ? അല്ലെങ്കിൽ ധാരാളം പിക്ചറുകളൊക്കെ ഉണ്ട്. ഇതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് കാര്യങ്ങൾ കണ്ടുപഠിക്കുക അല്ലെ? അവിടെ കേട്ട് പഠിക്കലിനല്ല കൂടുതൽ പ്രാധാന്യമുള്ളത്. ട്രഡീഷണൽ മെത്തേഡ് ആണെങ്കിൽ ഒരു കാര്യം ടീച്ചർ പറയുന്നത് കേട്ടാണ് പഠിക്കുന്നത് അല്ലെ? പക്ഷെ ഇവിടെ കണ്ടാണ് കുഞ്ഞുങ്ങൾ ഓരോ കാര്യങ്ങളും പഠിക്കുന്നത്. ഓക്കെ, ഇതിന്റെ ഫൗണ്ടർ ആരാണെന്ന് അറിയാമോ? അറിയില്ല. അറിയില്ല. മോണ്ടിസോറി മെത്തേഡിന്റെ ഫൗണ്ടർ മരിയ മോണ്ടിസോറി ആണ്. മരിയ മോണ്ടിസോറി.
മരിയ മോണ്ടിസോറി ആണ് ഈ ഒരു മെത്തേഡ് ലോകത്തിന് പരിചയപ്പെടുത്തിയത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് മരിയ മോണ്ടിസോറി അവരെ കുറിച്ചൊന്ന് നോക്കാം. മരിയ മോണ്ടിസോറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ ഇറ്റലിയിലാണ് ജനിച്ചത് കേട്ടോ, ഇറ്റലി. ഓക്കെ, അവരുടെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി നമ്മൾ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. അതായത് കുറേയധികം വർഷങ്ങൾക്ക് മുമ്പാണ് അവര് ഈ ഒരു മെത്തേഡ് കൊണ്ടുവന്നത്. അവരുടെ കാലഘട്ടത്തില് പെൺകുട്ടികള് എഡ്യൂക്കേഷണൽ ഫീൽഡിലേക്ക് വരാത്തൊരു കാലഘട്ടമായിരുന്നു. പെൺകുട്ടികൾ അധികം എന്ത് ചെയ്തിരുന്നില്ല, വിദ്യാഭ്യാസം നേടിയിരുന്നില്ല. ആ ഒരു സമയത്താണ് ഇവരുടെ പഠനം നടക്കുന്നത്. അതുപോലെ തന്നെ ഇവരുടെ പഠനം, അതായത് ഇവരുടെ മെട്രിക്കുലേഷൻ 10th ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇവര് തെരഞ്ഞെടുത്ത ഒരു ഏരിയ എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് ഫീൽഡ് ആയിരുന്നു. ഓക്കെ, അവരുടെ പാരന്റ്സ് അവര് ചേർത്തത് എഞ്ചിനീയർ ആകാൻ വേണ്ടിയിട്ടാണ് അവരെ പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിച്ചത്. അപ്പൊ അവര് തെരഞ്ഞെടുത്ത ഫീൽഡ് എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് ഫീൽഡ് ആയിരുന്നു. പക്ഷെ അതിനകത്ത് അവർക്ക് യാതൊരു വിധത്തിലുള്ള താല്പര്യവും ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പൊ അത് വേണ്ടാന്ന് വെച്ചിട്ട് എന്ത് ചെയ്തു, അവര് MBBS ജോയിൻ ചെയ്തു. ഓക്കെ, എന്തിന് ജോയിൻ ചെയ്തു? MBBS അല്ലെ, ഡോക്ടർ ആവാനായിട്ട് ജോയിൻ ചെയ്തു. അപ്പൊ അവരുടെ സമയത്ത് ഞാൻ പറഞ്ഞു പെൺകുട്ടികൾ അധികം ഈ ഒരു ഫീൽഡിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ MBBS ജോയിൻ ചെയ്ത ആ ഒരു സമയത്ത് ഇവര് മാത്രമായിരുന്നു ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നത്. ബാക്കി എല്ലാരും ആൺകുട്ടികളായിരുന്നു. ഓക്കെ, അപ്പൊ അത്രയധികം എന്താണ് പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാത്തൊരു സമയമായിരുന്നത്. അപ്പൊ അത്രയും ആളുകളുടെ കൂട്ടത്തിൽ, ആൺകുട്ടികളുടെ കൂട്ടത്തില് ഇവര് മാത്രമാണ് ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നത്. അപ്പോ ഇവര് കൂടുതലായിട്ട് കൈകാര്യം ചെയ്തിരുന്നതെന്ന് പറഞ്ഞാല് മെഡിക്കൽ ഫീൽഡില് ഡെഡ് ബോഡീസ് കൈകാര്യം ചെയ്യാം. കോർപ്സ് എന്ന് പറയും നമ്മള്, മൃതദേഹങ്ങള് അല്ലെ, അത് കൈകാര്യം ചെയ്യലായിരുന്നു കൂടുതലായിട്ട് ഇവരുടെ ജോലി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം ചാലഞ്ചിങ് ആയിരുന്നു. കാരണം ഈ ഒരു പെൺകുട്ടി മാത്രമാണ് ഉണ്ടായിരുന്നത്. ധാരാളം പ്രോബ്ലംസ് ഇപ്പോ സൊസൈറ്റിയിൽ നിന്നായാലും അതുപോലെ തന്നെ പഠിക്കുന്ന സ്ഥലത്ത് നിന്നായാലും ധാരാളം ചാലഞ്ചസ് ഇവർക്ക് നേരിടേണ്ടി വന്നിരുന്നു. പക്ഷെ എന്നിരുന്നാലും അവരത് കംപ്ലീറ്റ് ആയി. MBBS എന്ന് പറയുന്ന ആ ഒരു ഇത് അവര് കംപ്ലീറ്റ് ആക്കി. പിന്നെ ഇവർക്ക് കുട്ടികളോട് ഭയങ്കര താല്പര്യമായിരുന്നു, കുഞ്ഞുങ്ങളോട് ഭയങ്കര താല്പര്യമായിരുന്നു ഇവർക്ക്. അതുകൊണ്ട് തന്നെ ഇവർ MBBS ശേഷം പീഡിയാട്രിക്സിൽ സ്പെഷ്യലൈസ് ചെയ്തു. ഓക്കെ, പീഡിയാട്രിക്സിൽ എന്ത് ചെയ്തു? സ്പെഷ്യലൈസ് ചെയ്തു. ഓക്കെ, അപ്പോ ഇവര് പീഡിയാട്രിക്സിൽ സ്പെഷ്യലൈസ് ചെയ്തപ്പോൾ ഇവർക്ക് കൂടുതലായിട്ട് കിട്ടിയിരുന്നത്, അതായത് മാനേജ് ചെയ്യാൻ കിട്ടിയിരുന്ന വാർഡ് എന്ന് പറയുന്നത് പീഡിയാട്രിക് വാർഡാണ്. അമ്മയും കുട്ടിയുമായിട്ടുള്ള ബന്ധം ഇവര് കൂടുതലായിട്ട് അടുത്തിറങ്ങി. ഓക്കെ, അപ്പൊ ഇവരൊരു കാര്യം മനസ്സിലാക്കി, അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടികളുടെ ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഒരു കാര്യം അവര് മനസ്സിലാക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം ഈ ഒരു എന്താ പറയാ, ഇവര് ഈ ഒരു പീഡിയാട്രിക്സ്, അതായത് ഈ ജോലി ചെയ്തിരിക്കുന്ന സമയത്ത് തന്നെ ഇവര് കുറച്ച് കുട്ടികളെ സെലക്ട് ചെയ്തു, കുഞ്ഞുങ്ങളെ എന്ത് ചെയ്തു, സെലക്ട് ചെയ്തു. ആ കുഞ്ഞുങ്ങളെ സെലക്ട് ചെയ്തതിന് ശേഷം അവരിൽ ധാരാളം എക്സ്പെരിമെന്റ് നടത്തി. ഓക്കെ, ഈ മോണ്ടിസോറി മെത്തേഡ് ഇതെങ്ങനെയാണ് കണ്ടുപിടിച്ചത്? അതായത് ധാരാളം അപ്പാരൻസസ് കൊടുത്തു. ഒന്ന് മ്യൂട്ട് ചെയ്യട്ടോ, ഷാജിറ മ്യൂട്ട് ചെയ്യൂ. ധാരാളം അപ്പാരറ്റസ് കൊടുത്തു. അപ്പാരറ്റസ് കൊടുക്കുന്നതിലൂടെ, അതായത് മെറ്റീരിയൽസ് ഒക്കെ കൊടുക്കുന്നതിലൂടെ അവര് ധാരാളം കാര്യങ്ങൾ പഠിക്കുന്നെന്ന് അവർക്ക് മനസ്സിലായി. കുഞ്ഞുങ്ങൾ ഇപ്പൊ ഒരു 5 കുട്ടികളെയാണ് അവരെടുത്തത്. 5 കുട്ടികൾ എന്ന് പറഞ്ഞാല്, ഇവരെടുത്ത കുട്ടികൾ എന്ന് പറഞ്ഞാല് ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളെയാണ് എടുത്തത് ആദ്യം. അതും സ്ട്രീറ്റ് ഏരിയയിൽ നിന്നുള്ള കുട്ടികളെ, പണക്കാരായിട്ടുള്ള കുട്ടികളൊന്നും അല്ല ഇവരെടുത്തത്. സ്ട്രീറ്റ് ഏരിയ, ചേരി പ്രദേശങ്ങളിൽ കുട്ടികളെ എടുത്തിട്ട് എന്ത് ചെയ്തു, അവരിലെ പരീക്ഷണം നടത്തി. അപ്പൊ ഇവർക്ക് കുറെ അധികം മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഇവർ ആദ്യം അവർക്ക് പ്രൊവൈഡ് ചെയ്തിട്ട് അവരെങ്ങനെയാണ് അത് പഠിച്ചെടുക്കുന്നത്. ഓക്കെ, ഇപ്പൊ കുട്ടികൾക്ക് മാത്സ് പഠിക്കണം, അല്ലെങ്കിൽ കണക്ക് കൂട്ടാനായിട്ട് പഠിക്കണം, അല്ലെങ്കിൽ കണക്ക് കുറയ്ക്കാനായിട്ട് പഠിക്കണം, അഡീഷണൽ സബ്സ്ട്രാക്ഷൻ പഠിക്കണം അല്ലെ. നമ്മൾ 1 2 3 4 5 6 7 8 9 10 ഇതുവരെ എണ്ണിയാണ് നമ്മൾ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നത് അല്ലെ. അതിന് പകരം അവരെന്ത് ചെയ്തു, ആ നമ്പേഴ്സ് പഠിപ്പിക്കാനായിട്ട് പലതരം ചാർട്ടുകളും പലതരം മെറ്റീരിയൽസും കൊടുത്തു.
അപ്പൊ കുഞ്ഞുങ്ങള് അവരുടെ കൈവിരലുകൾ ഉപയോഗിച്ച് അത് ടച്ച് ചെയ്ത് പഠിക്കാനായിട്ട് ആരംഭിച്ചു. അങ്ങനെ പല പല എക്സ്പെരിമെന്റ് ആര് കൊണ്ടുവന്നു? മോണ്ടിസോറി, മരിയ മോണ്ടിസോറി കൊണ്ടുവന്നു. പിന്നെ ഇവരെടുത്ത കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് 3 to 6 years പ്രായമുള്ള കുഞ്ഞുങ്ങളെയാണ് ഇവരെടുത്തത് കേട്ടോ. 3 തുടങ്ങി 6 വയസ്സ് വരെയുള്ള പ്രായമുള്ള കുഞ്ഞുങ്ങളെയാണ് ഇതിനു വേണ്ടി തെരഞ്ഞെടുത്തത്. ഓക്കെ, അപ്പൊ ഇപ്രായത്തിൽ, അതായത് ഈ 3 to 6 years ആ ഒരു ഏജ് ഗ്രൂപ്പിൽ വരുന്ന കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള അപ്പാരറ്റസ് കൊടുക്കുന്നത് വഴി അവര് കൂടുതൽ കാര്യങ്ങൾ പഠിച്ചെടുക്കുമെന്ന് അവര് മനസ്സിലാക്കി. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അത് മാത്രമല്ല, എൻവയൺമെന്റിനെ അറിയാൻ, അതായത് നമ്മുടെ ചുറ്റുപാടുകളെ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മോണ്ടിസോറി എഡ്യൂക്കേഷൻ കൂടുതൽ സഹായിക്കുന്നതെന്നും അവർ മനസ്സിലാക്കി. ഓക്കെ, എൻവയൺമെന്റുമായിട്ട് കൂടുതൽ അടുത്തറിയാൻ വേണ്ടിയിട്ട്. ഇപ്പോ മോണ്ടിസോറി മെത്തേഡില് ഒരു പലതരത്തിലുള്ള അതായത് പല കളേഴ്സിലുള്ള കാർഡുകൾ കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. ഗ്രീൻ കളർ കൊടുക്കുന്നു, ബ്ലൂ കളർ കൊടുക്കുന്നു, അങ്ങനെ പലതരത്തിലുള്ള കാർഡുകൾ കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. അത് എൻവയോൺമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യാനായിട്ട് കുട്ടികളെ പഠിപ്പിച്ചു. ഇപ്പൊ ഗ്രീൻ കളർ കൊടുക്കുവാണെങ്കിൽ കുട്ടിയോട് ചോദിക്കുവാണ്, ഈ ഗ്രീൻ കളർ നീ എവിടെയാ കണ്ടിട്ടുള്ളത് ചോദിക്കുകയാണ്. അപ്പൊ കുഞ്ഞ് എന്താ പറയാ? പ്ലാന്റ്സ്. ഞാൻ പ്ലാന്റ്സിൽ അത് കണ്ടിട്ടുണ്ട്. അപ്പോ സറൗണ്ടിങ്സ്, നമ്മുടെ എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ട പ്ലാന്റ്സിനെ അതിനകത്ത് റിലേറ്റ് ചെയ്തു. അതുപോലെ ബ്ലൂ കളർ കൊടുക്കുവാണ്, അതും സ്കൈ ബ്ലൂ കൊടുക്കുവാണ്. നീ എവിടേക്കാണ് അത് കണ്ടിട്ടുള്ളത്? ഇപ്പൊ എന്താ പറയാ? സ്കൈയിൽ കണ്ടിട്ടുണ്ട് അല്ലെ. പിന്നെ സീ അല്ലെ, അവിടെയൊക്കെ നമുക്ക് ഈ കളർ കാണാനായിട്ട് സാധിക്കും. അങ്ങനെ അത്തരത്തിൽ മെറ്റീരിയൽസിനെ എൻവയോൺമെന്റുമായിട്ട് കണക്ട് ചെയ്യാനായിട്ടാണ് മരിയ മോണ്ടിസോറി കൂടുതലും ശ്രമിച്ചത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഈ പ്രപഞ്ചം മുഴുവനും മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് മോണ്ടിസോറി മെത്തേഡ് ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, അതുപോലെ തന്നെ പീസ് ആൻഡ് ഹാർമണി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട്, അതായത് കുട്ടികളിൽ സമാധാനം അല്ലെങ്കിൽ സന്തോഷം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടും മോണ്ടിസോറി മെത്തേഡ് ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ഇറ്റലിയിലെ ചേരി പ്രദേശത്തു നിന്നുള്ള കുട്ടികളെ അവര് സെലക്ട് ചെയ്തത്. അവിടെയാണ് അത് ആദ്യമായിട്ട് നടപ്പിലാക്കിയതെന്ന് പറഞ്ഞു. അപ്പോ ഈ ഒരു കാര്യം, ഈ എക്സ്പെരിമെന്റ് ലോകം മുഴുവൻ അറിയാനായിട്ട് തുടങ്ങി. കാരണം ഇത് വിജയിച്ചു, സക്സസ്ഫുൾ ആയി. ഓക്കെ, അതായത് ഇത്തരത്തിൽ കുഞ്ഞുങ്ങളെ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ അപ്പാരറ്റസിലൂടെ, മെറ്റീരിയൽസിലൂടെ പഠിപ്പിച്ചെടുക്കാമെന്ന് ലോകത്തിന് മനസ്സിലായി. ഓക്കെ, അങ്ങനെ ഒരു വിദ്യാഭ്യാസം കൊടുക്കുന്നത് വഴി കുട്ടികളെ കൂടുതൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ കഴിയുമെന്ന് ആളുകൾക്ക് മനസ്സിലായി. ഇപ്പൊ ലോകം മുഴുവൻ ഇതിനെക്കുറിച്ച് അറിഞ്ഞു. അങ്ങനെ പല രാജ്യങ്ങളിൽ നിന്നുള്ള രാഷ്ട്ര നേതാക്കള് അവര് ഈ മരിയ മോണ്ടിസോറിയെ ഇൻവൈറ്റ് ചെയ്തു. അവരുടെ രാജ്യത്ത് ഇവര് വന്നിട്ട് സ്കൂളുകള് ക്രിയേറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. ഓക്കെ, ഇങ്ങനെയുള്ള സ്കൂളുകൾക്ക് തുടക്കമിടണമെന്ന് പലവരും അവരുടെ സഹായം അഭ്യർത്ഥിച്ചു. ഓക്കെ, അങ്ങനെ അവര് ലോകം മുഴുവൻ സഞ്ചരിച്ചു. പല രാജ്യങ്ങളിലുമായിട്ട് ഈ മോണ്ടിസോറി മെത്തേഡിന് തുടക്കം കുറിച്ചത് മരിയ മോണ്ടിസോറി. ഇത്രയും പറഞ്ഞത് ഓക്കെ അല്ലേ? എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമ്മുടെ ഇന്ത്യയില് ഇവര് വന്നു. നമ്മുടെ ഗാന്ധിജിയുടെ ക്ഷണപ്രകാരം, മഹാത്മാഗാന്ധിജിയുടെ ക്ഷണപ്രകാരം ഇന്ത്യയില് മരിയ മോണ്ടിസോറി വന്നു, ഇവിടെ തുടക്കം കുറിച്ചു. ഓക്കെ, പക്ഷെ ഇന്ത്യയില് ഇത് നടക്കുന്നത് കേൾക്കുന്നില്ലേ? മോണ്ടിസോറി എന്താണ് വിദ്യ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞതാ. ഓക്കെ, നമ്മുടെ ഇന്ത്യയില് ഇത് മിക്സ് ചെയ്താണ് നടപ്പിലാക്കുന്നത്. അതായത് ട്രഡീഷണൽ മെത്തേഡ് പ്ലസ് മോണ്ടിസോറി മെത്തേഡ്. അതായത് മോണ്ടിസോറി സ്കൂളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. എന്നിരുന്നാലും ട്രഡീഷണൽ മെത്തേഡും കൂടി മിക്സ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യാം, ഈ ഒരു മെത്തേഡ് നടപ്പിലാക്കുന്നത്. പിന്നെ പ്യുവർ മോണ്ടിസോറി സ്കൂളുകളും ഉണ്ട് കേട്ടോ. എന്നാലും കൂടുതൽ വിദേശത്താണ് നമുക്ക് അത് കാണാനായിട്ട് സാധിക്കുക. ഓക്കെ, പിന്നെ ഇത് തുടങ്ങിയാലുള്ള ബെനിഫിറ്റ്സ് എന്താണ്? മോണ്ടിസോറി മെത്തേഡ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ കൂടുതലായിട്ടും ആളുകൾക്ക് പ്ലേ സ്കൂള്, ഡേ കെയറുകളൊക്കെ തുടങ്ങാനായിട്ട് സാധിക്കും. അതാണ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നത്. ഇതിന്റെ ടീച്ചർ ആവാൻ നമുക്ക് എന്നാലും കുറച്ചും കൂടി സ്കോപ്പ് അല്ലെങ്കിൽ കുറച്ചും കൂടി നല്ലത്
ഈ പ്ലേ സ്കൂളിൽ ഡേ കെയർ ഒക്കെയാണ്. പിന്നെ വിദേശത്തൊക്കെ ആണെങ്കിൽ മോണ്ടിസോറി ടീച്ചേഴ്സിന് നല്ല എന്താ പറയാ വാല്യൂ ആണുള്ളത്, നമ്മുടെ നാട്ടിനേക്കാളും കൂടുതൽ. ഓക്കെ, അവിടെ നമുക്ക് നല്ല ഹൈ സാലറിയും അതുപോലെ നല്ല നല്ല പൊസിഷനും കാര്യങ്ങളൊക്കെ നമുക്ക് അതിലൂടെ കിട്ടുന്നതാണ്. നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ചില സ്കൂളുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്, മോണ്ടിസോറി ടീച്ചേഴ്സിന് ആവശ്യമാണ്. ഓക്കെ, ആ ഒരു രീതിയാണ് പഠിപ്പിക്കുന്നത്. കുട്ടികൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കാനും കുട്ടികളെ ഡെവലപ്പ് ചെയ്യാനും സഹായിക്കുന്ന ഒരു രീതിയാണ് എന്ത്, ഈ മോണ്ടിസോറി മെത്തേഡ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പൊ മോണ്ടിസോറി TTCക്ക് ജോയിൻ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലേണിംഗ് ത്രൂ ആക്ടിവിറ്റീസ് ആണ്. ടീച്ചർ എന്ന് പറയുന്നത് വഴികാട്ടി മാത്രമാണ്. ഇതിനകത്ത് കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നത് കുഞ്ഞുങ്ങൾ തന്നെയാണ് കേട്ടോ. പിന്നെ ഇന്റർനാഷണൽ ലെവൽ ടീച്ചിങ് മെത്തേഡാണ്. ലോകത്തെ എല്ലായിടത്തും വ്യാപകമായിട്ടുള്ള ഒരു ടീച്ചിങ് മെത്തേഡാണെന്ത്, ഈ മോണ്ടിസോറി ടീച്ചിങ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പുറത്തും ധാരാളം അവസരങ്ങളും കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് കിട്ടുന്നതാണ് കേട്ടോ. ഓക്കെ, ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ. ഇതാണ് ബേസ് ആയിട്ട് പറയാനുള്ളത് കേട്ടോ മോണ്ടിസോറിയെ കുറിച്ച്. ഇപ്പോ ഏകദേശം ഒരു ധാരണ കിട്ടിയില്ലേ? ക്ലാസ്സിൽ വരുന്നതിന് മുമ്പ്, നിങ്ങൾ ഇപ്പോ ക്ലാസ്സിൽ കയറുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് എന്താണോ ഒരു എക്സൈറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്, അതിനെ കുറിച്ച് ഒരു അവയർനെസ് കിട്ടിയല്ലോ, മനസ്സിലാക്കാൻ പറ്റി. പറ്റിയല്ലേ? അപ്പൊ ഇതാണ് മോണ്ടിസോറി മെത്തേഡ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഞാൻ പറഞ്ഞു, നമ്മുടെ ക്ലാസ് റൂം എന്ന് പറയുന്നത് ഒരുമിച്ചായിരിക്കും പോവുക. ക്ലാസ് ലീഡ് ചെയ്തത്, അതായത് നിങ്ങൾ തന്നെ ആയിരിക്കും ഇതിനകത്ത് പ്രധാന ആളുകൾ എന്ന് പറയുന്നത്. ഇവിടെ ടീച്ചറിന് പ്രത്യേകിച്ച് പ്രാധാന്യമില്ല, ഒരു ഗൈഡ് മാത്രമായിരിക്കും. നിങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി തരിക, ഇത് മാത്രമായിരിക്കും ഞങ്ങളുടെ ജോലി. നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ, എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം, അതുപോലെ നിങ്ങളുടെ സജഷൻസ് പറയാം. അങ്ങനെ ധാരാളം കാര്യങ്ങൾ എന്ത് ചെയ്യാം, ഇവിടെ ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോ കുഞ്ഞു കുട്ടികളെയൊക്കെ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ആപ്ലിക്കേഷനിൽ കൊണ്ടുവരണം, അല്ലെ? നമ്മൾ മോണ്ടിസോറി മെത്തേഡിലൂടെ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു അത് ആപ്ലിക്കേഷനിൽ കൊണ്ടുവന്നാൽ മാത്രമാണ് നമ്മൾക്ക് കുഞ്ഞു കുട്ടികളെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ അല്ലേ? എല്ലാവരും ഹാപ്പിയാണോ? ഹാപ്പിയാണ്. ഓക്കെ, ഇനി നമ്മുടെ ക്ലാസ്സിലോട്ട് വരാം. നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. എങ്ങനെയാണ് നമ്മുടെ പഠിത്തം മുന്നോട്ട് പോവുക, എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാം. ഓക്കെ, അപ്പോ നിങ്ങളുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോ തന്നെ ഒരു പ്രയർ ഉണ്ട്. പ്രയർ അത് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ചെയ്യാം, അല്ലെങ്കിൽ മലയാളത്തിലും ചെയ്യാം. കൂടുതൽ നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിനാണ് ഇതിനകത്ത് കൂടുതൽ പ്രാധാന്യമുള്ളത് കേട്ടോ. ഇംഗ്ലീഷിനാണ് കൂടുതൽ. ഇംഗ്ലീഷ് 2 അവർ ഉണ്ടാകും, അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കും. ഈ ഒരു കോഴ്സ് കഴിയുമ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് ഫ്ലുവന്റ് ആകും കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പോയം അല്ലെങ്കിൽ ഇംഗ്ലീഷ് പ്രയർ പറയാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മലയാളം പ്രയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അങ്ങനെ പ്രയറോട് കൂടിയിട്ടാണ് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക. ഇന്ന് പ്രയർ ഒന്നും പറഞ്ഞില്ല, കാരണം ഇൻട്രൊഡക്ഷൻ ക്ലാസ് അല്ലേ, നിങ്ങൾക്ക് അറിയില്ല ഇതിനെ കുറിച്ച്. ഇനി നിങ്ങൾക്ക് എന്നാണോ ക്ലാസ് തുടങ്ങുന്നത് അന്ന് നിങ്ങൾ ഒരു പ്രയർ വെച്ചിട്ട്, മിസ് വന്നതിന് ശേഷം, നിങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചർ വന്നതിന് ശേഷം പ്രയർ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, പ്രയർ നിങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ, ഇപ്പൊ നിങ്ങൾ ചിലപ്പോൾ ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല, നിങ്ങൾക്ക് ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്യാം ക്ലാസ് തുടങ്ങി കഴിയുമ്പോൾ. ഓക്കെ, ഇപ്പൊ അന്ന് തുടങ്ങുന്ന ദിവസമാണെങ്കിൽ ആരാണോ ചെയ്യാൻ തയ്യാറായിട്ട് വരുന്നത് അവര് പ്രയർ ചെയ്യാം, ഇഷ്ടമുള്ളവർക്ക് ചെയ്യാം കേട്ടോ. അതിനുശേഷം പ്രയറിന് ശേഷം സൈൻ ഇൻ ഉണ്ടായിരിക്കുന്നതാണ്. സൈൻ ഇൻ അതായത് ടീച്ചറെ ചെയ്യുന്നതാണ് കേട്ടോ. ടീച്ചറെയും അതുപോലെ തന്നെ നിങ്ങളുടെ സ്റ്റുഡൻസ്, ബാക്കിയുള്ള സ്റ്റുഡൻസിനെയൊക്കെ വെൽക്കം ചെയ്യുന്നതിനെയാണ് സൈൻ ഇൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്യാം. നമ്മുടെ മോണ്ടിസോറി മെത്തേഡ് ആണെങ്കിൽ ഡാൻസ് ചെയ്ത് സൈൻ ഇൻ ചെയ്യാം, പാട്ട് പാടി സൈൻ ഇൻ ചെയ്യാം, ചിലവർ യോഗ ചെയ്ത് സൈൻ ഇൻ ചെയ്യാം. അങ്ങനെ പലതരത്തിലാണ് കേട്ടോ. പലതരത്തിലും നമുക്ക് പാട്ട് പാടിയോ ഡാൻസ് ചെയ്തോ കഥ പറഞ്ഞോ
കവിത പാടിയോ അങ്ങനെ ഇഷ്ടമുള്ള തരത്തിൽ നമുക്ക് ക്ലാസ്സിലെ ടീച്ചറിനെയും ബാക്കിയുള്ള സ്റ്റുഡന്റിനെയും വെൽക്കം ചെയ്യുന്നതാണിത് സൈനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം പ്രെയർ പറഞ്ഞു, രണ്ടാമത് സൈനിങ് പറഞ്ഞു. Then മൂന്നാമത്തേതാണ് തോട്ട് ഓഫ് ദ ഡേ. അതായത് ഇഷ്ടമുള്ള തോട്ടുകൾ നിങ്ങൾക്ക് പറയാം. അതായത് മഹാന്മാരൊക്കെ പറഞ്ഞിട്ടുള്ള പലതരം വാചകങ്ങളില്ലേ, ഇപ്പൊ അബ്ദുൽ കലാം പറഞ്ഞിട്ടുള്ള വാക്കുകള്, ഓക്കെ, അല്ലെങ്കിൽ ഗാന്ധിജി പറഞ്ഞിട്ടുള്ള വാക്കുകള്, അങ്ങനെയുള്ള തോട്ടുകൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ 3 കാര്യങ്ങളോട് കൂടിയിട്ടാണ് എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്, ക്ലാസ് സ്റ്റാർട്ട്. പിന്നെ ഓക്കെ, അതിനുശേഷമാണ് പിന്നീട് നമ്മൾ ക്ലാസ്സിലോട്ട് വരുന്നത്. ക്ലാസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ പറയാ, ഇപ്പോ ആദ്യം പഠിപ്പിക്കുന്നത് മൊഡ്യൂൾ 1 ആയിരിക്കും പഠിപ്പിക്കുന്നത്. മൊഡ്യൂൾ 1-ലാണ് കുറേയധികം ചാപ്റ്ററുകൾ ഉണ്ട്. അതിനകത്ത് മൊഡ്യൂൾ 1-ൽ തന്നെ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4 അങ്ങനെ 4 പാർട്ടുകൾ ഉണ്ട്. ആ പാർട്ടുകൾ കംപ്ലീറ്റ് തിയറിയാണ്. ഓക്കെ, തിയറി പാർട്ടുകളാണ് നമ്മൾ ആദ്യം പഠിക്കുക. അതിനുശേഷമാണ് പിന്നീട് പ്രാക്ടിക്കൽസിലോട്ട് പോവുക. ഓക്കെ, പക്ഷെ നിങ്ങൾ പേടിക്കണ്ട, ഈ തിയറികൾ പഠിക്കുന്നതിനിടയ്ക്ക് നമ്മൾ കുറേയധികം ആക്ടിവിറ്റീസ് തരും. ഓക്കെ, ആക്ടിവിറ്റീസ് പറഞ്ഞു തരും, പിന്നെ അത് നിങ്ങൾ ചെയ്യണം. ഓക്കെ, അപ്പൊ ഈ തിയറികൾ പഠിക്കുന്നതിന്റെ ഇടയ്ക്കാണ് ഈ ആക്ടിവിറ്റീസ് തരുന്നത്. അതുപോലെ തന്നെ അസൈൻമെന്റുകളും തരും. ഓക്കെ, അസൈൻമെന്റുകൾ തരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് റെക്കോർഡ് റൈറ്റിംഗ് ഉണ്ട്. 5 റെക്കോർഡാണുള്ളത് കേട്ടോ. ഈ 5 റെക്കോർഡും ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യണം എന്നല്ല പറയുന്നത്, പതുക്കെ പതുക്കെ തുടങ്ങണം. അത് ജിഷ മിസ് എന്ന് പറയുന്ന മിസ് ഉണ്ട്. മിസ്സാണ് ഇതിന്റെ ഹെഡ്, മോണ്ടിസോറി ടീച്ചിങ്ങിന്റെ ഹെഡ്. മിസ് പറയും നിങ്ങളോട് എങ്ങനെയാണ് റെക്കോർഡ് പ്രിപ്പയർ ചെയ്യേണ്ടത്, ആദ്യത്തെ റെക്കോർഡ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നൊക്കെ മിസ്സോട് പറയും. അതിനനുസരിച്ച് നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പ് നിങ്ങൾ അത് ഫിനിഷ് ചെയ്താൽ മതി റെക്കോർഡ്സ് കേട്ടോ. അങ്ങനെ 5 റെക്കോർഡുകളാണ് ഉണ്ടാവുക. അപ്പൊ ആദ്യത്തെ റെക്കോർഡ് എന്ന് പറയുന്നത് മൈ കളക്ഷൻ ബുക്ക് ആയിരിക്കും. അതിനകത്ത് നിങ്ങൾ ഇഷ്ടപ്പെട്ട പിക്ചേഴ്സ് ഒട്ടിക്കാം, അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട കവിതകളൊക്കെ എഴുതാം. അങ്ങനെ കുറേയധികം കാര്യങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, പോയിന്റ്സ് അത് പറയും കേട്ടോ. ഞാനിപ്പോ പറയുന്നില്ല, ആ സമയം 1 മാസമൊക്കെ കഴിയുമ്പോഴായിരിക്കും റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ അതിനെ കുറിച്ച് ഓർത്ത് പറയാവണ്ട, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെച്ചെന്നേ ഉള്ളൂ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അസൈൻമെന്റുകൾ ഉണ്ടാവും. ആക്ടിവിറ്റീസ് കൂടാതെ അസൈൻമെന്റുകൾ ഉണ്ടാകും. അസൈൻമെന്റ് അധികം ഉണ്ടാവില്ല, ആക്ടിവിറ്റീസ് ആയിരിക്കും കൂടുതൽ ഉണ്ടാവുന്നേ. അസൈൻമെന്റുകൾ നിങ്ങൾ ക്ലാസ് റൂമിൽ സബ്മിറ്റ് ചെയ്താൽ മതി. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, അപ്പൊ അതൊക്കെ തരുന്നതിനനുസരിച്ചിട്ടാണ് കേട്ടോ. എല്ലാ ദിവസവും അസൈൻമെന്റ് ഉണ്ടാവില്ല, എല്ലാ ദിവസവും ആക്ടിവിറ്റി ഉണ്ടാവില്ല. പറയുന്ന സമയം പറയുന്ന ചാപ്റ്ററിനോട് ബേസ് ചെയ്തിട്ട് അത് ചെയ്യുക, അത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്തരത്തിലാണ് പഠിപ്പിക്കുന്ന രീതി എന്ന് പറയുന്നത്. പിന്നെ ഓരോ ചാപ്റ്ററുകൾ കഴിയും തോറും മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും. 5 എണ്ണം വീതം മോക്ക് ടെസ്റ്റ് തരും കേട്ടോ. അപ്പൊ മോക്ക് ടെസ്റ്റ് നിങ്ങൾ ആൻസർ ചെയ്തിട്ട് അത് സബ്മിറ്റ് ചെയ്യും. മനസ്സിലായല്ലോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഓക്കെ ആണല്ലേ? പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ മോണ്ടിസോറി മെത്തേഡ് എന്ന് പറയുന്നത് തിയറി പഠിക്കുക മാത്രമല്ല. നമ്മൾ ആദ്യത്തെ കുറച്ച് മാസം നമ്മൾ തിയറി ആയിരിക്കും പഠിക്കുന്നത്. പക്ഷെ തിയറിയോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ ക്രിയേറ്റിവിറ്റി ഇവിടെ പ്രസന്റ് ചെയ്യാവുന്നതാണ്. ഞാൻ പറഞ്ഞു നേരത്തെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ട് പാടാം, ആക്ഷൻ സോങ് ചെയ്യാം, കഥ പറയാം, അതുപോലെ തന്നെ യോഗ ചെയ്യാം, ഡാൻസ് കളിക്കാം. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാ ചെയ്യുന്നേ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികളിലേക്ക് കൂടുതൽ അടുപ്പം കാണിക്കും. കുട്ടികളോട് കൂടുതൽ അറ്റാച്ച് ആണ് ഇതൊക്കെ അല്ലെ? കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടമല്ലേ? കഥകൾ ഇഷ്ടമല്ലേ അവർക്ക്? അതെ. പാട്ടുകൾ ഇഷ്ടമല്ലേ? അതെ. അപ്പോ ഈ ഒരു കാര്യം, അല്ലെങ്കിൽ ഈ കഥയും പാട്ടുകളും അതുപോലെ ഡാൻസും ഒക്കെ കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടമാണ്. അപ്പോ കുട്ടികളെ കയ്യിലെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇതൊക്കെ പഠിച്ചു വയ്ക്കുന്നത്. ഓക്കെ, ശരിക്കും പറഞ്ഞ ഒരു 20+ റൈംസ് എങ്കിലും നമ്മള് പഠിച്ചിരിക്കണം എന്നാ പറയുന്നത്. 20+ റൈംസ്.
ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ആകുന്നതിനുള്ളില് കേട്ടോ, ആദ്യം ഒന്നുമല്ല, കംപ്ലീറ്റ് ആകുന്നതിനുള്ളിൽ അത് നല്ലതാണ്. കാരണം നമുക്ക് എടുത്തിടാം. ഒരു റൈം കുട്ടികളോട് പറഞ്ഞു, പിറ്റേ ദിവസം അത് തന്നെ പറയുമ്പോൾ ചിലപ്പോൾ അവർക്ക് ബോറടിക്കും അല്ലെ. അപ്പൊ ആ ബോറടി മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റോറീസും അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള റൈംസും നമ്മൾക്ക് അറിയണം എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ് കൂടുതൽ എന്താ പറയാ ക്രിയേറ്റീവ് ആക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നല്ല എൻകറേജിങ് ആക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് യോഗയൊക്കെ ചെയ്യാവുന്നതാണ്. യോഗയൊക്കെ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? അറിയാം. അറിയാം അല്ലേ? അപ്പൊ എന്താ പറയാ, നമ്മള് ഇപ്പൊ എന്താ പേര് മോളുടെ? അഖിലിയ. കേൾക്കുന്നില്ല? സൈനിങ് ചെയ്യുമ്പോ വീണ്ടും യോഗ ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം. മനസ്സിലായോ? അതുപോലെ തന്നെ മ്യൂട്ട് ചെയ്തോളൂ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സിനിടയ്ക്ക് പറയാം ആക്ഷൻ. ഇപ്പൊ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ എടുത്ത് അതിന് ശേഷമോ പറയാം ആക്ഷൻസ് ചെയ്യാനുണ്ട്, എനിക്കൊരു സ്റ്റോറി പറയാനുണ്ട്. അപ്പൊ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും പ്രസന്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, മനസ്സിലായല്ലോ? യെസ് മാം. ഞാനൊരു കാര്യം കാണിച്ചു തരാം നിങ്ങൾക്ക്. കാണുന്നുണ്ടോ? ഇതൊരു ആക്ടിവിറ്റി ആണ് കേട്ടോ. കാണുന്നുണ്ടല്ലേ? ഇതിന്റെ പേര് ചിലപ്പോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിന്റെ പേര് പിക്ചർ വീൽ എന്നാണ്. പിക്ചർ വീല് കുട്ടികൾക്ക് ഹെൽപ്ഫുൾ ആകുന്നത് എങ്ങനെയാ? അവർക്ക് ആ വേർഡ്സ് പിക്ചേഴ്സ് ചേർത്ത് മാച്ച് ചെയ്യാൻ പറ്റുമായിരിക്കും. അതെ, അതായത് ഇത് വീലാണ് കേട്ടോ. ഇത് കാർഡ്ബോർഡ് വെച്ചിട്ട് ചെയ്തിരിക്കുന്നേ. ഇത് ജസ്റ്റ് വീലാണ്. അപ്പൊ ഈ ലോട്ടസ് എന്ന് പറയുന്നത് അല്ലെ, ഇവിടെ ലോട്ടസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ലോട്ടസ് എന്ന് പറയുന്നത് അവർക്ക് പിക്ചർ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പക്ഷെ വേർഡ്സ് അവർക്ക് പഠിക്കാനായിട്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും. ഇപ്പൊ നോക്കി നിങ്ങൾ കണ്ടോ, ഇതിന്റെ നേരെ ഇത് കൊണ്ടുവന്ന് വെക്കുന്നതാ. ഓക്കെ, അങ്ങനെ പലതരത്തിലുള്ള പിക്ചേഴ്സിനെയും അതുപോലെ തന്നെ അതിന്റെ വേർഡ്സിനെയും പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പിക്ചർ വീല് കുഞ്ഞുങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുന്നത്. ഇതൊരു ആക്ടിവിറ്റിയാണ്. ഇതൊരു എന്താ പറയാ മെറ്റീരിയൽ ആണ് നമുക്ക് പറയാം. മോണ്ടിസോറിയിൽ ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നേ ഉള്ളൂ. പിന്നെ അടുത്തത് ഇതുപോലെ തന്നെ കണ്ടോ, നമ്പർ വീലാണ്. ഇപ്പൊ നമ്പേഴ്സ് കൗണ്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ സാധാരണ കുട്ടികളെ ബൈഹാർട്ട് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ആ നമ്പറിനെ നേരെ എന്ത് ചെയ്താൽ മതി, ഇത് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിത് കൗണ്ട് ചെയ്യുകയും നമ്പർ ഐഡന്റിഫൈ ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പൊ ഇത് എന്താണ്, ഒരു മെറ്റീരിയൽ ആണ്. കുഞ്ഞുങ്ങളെ ഇതൊക്കെ മോണ്ടിസോറി ക്ലാസ് റൂമിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ആണ് കേട്ടോ, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ പലതരത്തിലുള്ള ഷേപ്സുകൾ ഉണ്ട്. ഏതൊക്കെയാണ് ഷേപ്സുകള്? സ്ക്വയർ, റൗണ്ട്, റെക്ടാങ്കിൾ. റെക്ടാങ്കിൾ ഉണ്ട്, സ്ക്വയർ ഉണ്ട്, പിന്നെ വോയിഡ് ഉണ്ട്, ക്യൂബ് ഉണ്ട്, പിരമിഡ് ഉണ്ട്, കോൺ ഉണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ഷേപ്സുകൾ ഉണ്ട്. ആ ഷേപ്സുകള് കുട്ടികളെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ എന്താണ് നമുക്ക് അതിനുള്ള മെറ്റീരിയൽസ് ഉണ്ട്. അപ്പൊ അതും എന്ത് ചെയ്യും, കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് കൂടുതൽ ഹെൽപ്ഫുൾ ആകും. ഇപ്പൊ ഇവിടെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അത് ഇരിപ്പില്ല, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചു തന്നാനെ. ഓക്കെ, അപ്പൊ ഇത്തരത്തില് കുഞ്ഞുങ്ങളെ ലേൺ ചെയ്തെടുക്കുന്ന ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിലൂടെയും അതുപോലെ തന്നെ പലതരം മെറ്റീരിയൽസിലൂടെയും കുഞ്ഞുങ്ങളെ ലേൺ ചെയ്തെടുക്കുന്ന ഒരു ഉപാധിയാണെന്ത് മോണ്ടിസോറി മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എത്ര എന്താ പറയാ, നമുക്കിപ്പോ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട്. നിങ്ങൾക്കറിയില്ലേ? അറിയാം അല്ലെ? അപ്പൊ അവരെ ഇപ്പോഴത്തെ എത്ര ചിലപ്പോൾ നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള സ്കൂളുകളുണ്ട് അല്ലെ. സാധാ സ്കൂളിലല്ല അവരെ പഠിപ്പിക്കുന്നത് അല്ലെ, കാരണം സാധാ കുട്ടികളെ പോലെ അവർക്ക് പഠിച്ചെടുക്കാനായിട്ട് പറ്റില്ല. അപ്പൊ അവർക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആകുന്ന ഒരു മെത്തേഡും കൂടിയാണ് എന്ത് മോണ്ടിസോറി മെത്തേഡ്.
കാരണം അവരെ നമ്മൾക്ക് കുറച്ചു നേരം പിടിച്ചിരുത്തണം അല്ലെ. അവർക്ക് ചിലപ്പോൾ ശ്രദ്ധ കിട്ടില്ല, പല കാര്യങ്ങളിലും ശ്രദ്ധ കിട്ടുന്നുണ്ടാവില്ല അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിനും ഹെൽപ്ഫുൾ ആണ് എന്ത് മോണ്ടിസോറി. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഇതാണ് ബേസ് ആയിട്ട് പറയാനുള്ളത്. റെഗുലർ ക്ലാസ് ഉണ്ടായിരിക്കുമോ? എന്താണ്? റെഗുലർ ക്ലാസ് ഉണ്ടായിരിക്കുമോ? റെഗുലർ ക്ലാസ് ഉണ്ടാവും കേട്ടോ. മൺഡേ ടു ഫ്രൈഡേ വരെ ക്ലാസ് ഉണ്ടായിരിക്കും. ടൈം ഇത് സെയിം ആയിരിക്കും? നിങ്ങളുടെ ഗ്രൂപ്പിൽ എന്തെങ്കിലും വന്നായിരുന്നോ? പ്രത്യേകിച്ച് ഒന്നും വന്നിട്ട് എസ്റ്റർഡേ വന്നിരിക്കുന്നത് ഈ 11:30 ടൈം കൊടുത്ത് ലിങ്ക് ആണ്. അല്ല, ക്ലാസ് തുടങ്ങുന്നതാണെന്ന് പറഞ്ഞിരുന്നു. ഇല്ല, അതൊന്നും വന്നിട്ടില്ല. ഇൻഫോർമേഷൻ വരും കേട്ടോ. നിങ്ങളുടെ ക്ലാസ് റൂമിൽ നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഇൻഫോർമേഷൻ വരും. അപ്പൊ അതിനകത്ത് ക്ലാസ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ ടൈം എപ്പോഴാണെന്നൊക്കെ കൃത്യമായിട്ടുണ്ടാവും. ടൈം ടേബിൾ സബ്ജക്റ്റ് ഒക്കെ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ടൈം ടേബിൾ ടീച്ചേഴ്സിന്റെ ടൈം ടേബിൾ ആണോ ഓരോരുത്തർ വരുന്നത്? നമുക്ക് ഇപ്പം മൺഡേ ഏത് സബ്ജക്ട്, ട്യൂസ്ഡേ അങ്ങനെ സെപ്പറേറ്റ് ആയിരിക്കുമോ? സെപ്പറേറ്റ് എന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ആദ്യം മൊഡ്യൂൾ 1 ആണ് നമ്മൾ എടുക്കുന്നത്. ആദ്യത്തെ കുറച്ച് മാസം മൊഡ്യൂൾ 1 ആയിരിക്കും എടുക്കുന്നത്. ഈ മൊഡ്യൂൾ 1 തന്നെ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4 അങ്ങനെ 4 പാർട്ടുകൾ ഉണ്ട്. ആ പാർട്ടുകളില് ആദ്യത്തെ പാർട്ടും രണ്ടാമത്തെ പാർട്ടും ആയിരിക്കും ആദ്യം കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിൽ നിന്ന് ചാപ്റ്റേഴ്സ് ടീച്ചേഴ്സ് എടുക്കും. ചിലപ്പോ കണ്ടിന്യൂഷൻ ആയിട്ടായിരിക്കില്ല പോകുന്നത്. ഓക്കെ, ഒരു ടീച്ചർ ഒന്നാമത്തെ ചാപ്റ്റർ വന്ന് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ വേറൊരു ടീച്ചർ മൂന്നാമത്തെ ചാപ്റ്റർ ആയിരിക്കും എടുക്കുന്നത്. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ ഒരു നോട്ട്ബുക്കിൽ എഴുതി വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഒരു ചാപ്റ്റർ ഫിനിഷ് ചെയ്തതിന് ശേഷം ആ ടീച്ചർ വേറൊരു ചാപ്റ്റർ ആ ടീച്ചറുടെ തുടങ്ങും. അങ്ങനെയാണ് ഉണ്ടാവുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ചാപ്റ്റർ ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ 5 ചോദ്യങ്ങൾ തരും. മോക്ക് ടെസ്റ്റ് ഉണ്ടാവും കേട്ടോ. മോക്ക് ടെസ്റ്റ് നിങ്ങൾ കണ്ടക്ട് ചെയ്യാം. ഓരോ ലെസൺ കംപ്ലീറ്റ് ആയി അതിന്റെ ടെസ്റ്റ്. എന്താണ്? ഓരോ ലെസൺസ് കംപ്ലീറ്റ് ചെയ്ത് ഉടനെ തന്നെ അതിന്റെ ടെസ്റ്റും ഉണ്ടാകും. ടെസ്റ്റ് തരുന്നുണ്ട് കേട്ടോ. മോക്ക് ടെസ്റ്റ് തരും. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കുകളൊക്കെ കിട്ടിയിട്ടുണ്ടോ കയ്യില്? ഇല്ല, അല്ല, പിന്നെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഇപ്പൊ ഒരു ദിവസം ക്ലാസ് മിസ്സായാൽ നമുക്ക് ആ ക്ലാസ് ഇട്ട് തരുമോ? റെക്കോർഡ് ക്ലാസ് ഉണ്ടാവും കേട്ടോ. പിറ്റേ ദിവസം രാവിലെ നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് അവൈലബിൾ ആണ്. അത് തന്നെ ഉണ്ടാവില്ല, പിറ്റേ ദിവസം രാവിലെ നിങ്ങൾക്ക് ക്ലാസ് റൂമിൽ റെക്കോർഡ് ക്ലാസ് ഉണ്ടാവും. നിങ്ങൾ കാണാത്ത ക്ലാസ്സിന്റെ, അപ്പൊ നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് കാണാവുന്നതാണ് കേട്ടോ. ഡൗട്ടുകളൊക്കെ വരുമ്പോ കേറാൻ പറ്റാത്ത ക്ലാസ്സുകളിൽ ഡൗട്ടുകളൊക്കെ വരാണെങ്കിൽ എങ്ങനെയാണ്? ഡൗട്ടുകളൊക്കെ വരുവാണെങ്കിൽ ഇപ്പൊ ലൈവ് ക്ലാസ്സിലാണെങ്കിൽ നമുക്ക് നേരിട്ട് ചോദിക്കാം. ഞാൻ പറഞ്ഞല്ലോ, മിണ്ടാതിരിക്കരുത് കേട്ടോ ആരും. അതായത് മിണ്ടാതിരിക്കരുത്. എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ക്ലാരിഫിക്കേഷനോ വേണമെങ്കിൽ അപ്പൊ തന്നെ ചോദിക്കാം. ഒരു ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരു കാര്യം പറയുവാണെങ്കിൽ, ഇപ്പോ ഫോർ എക്സാമ്പിൾ ഡിസീസസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട് നിങ്ങൾക്ക് ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അതിനോട് അനുബന്ധിച്ച് മറ്റു പല ചാപ്റ്ററിൽ അത് പറയുന്നുണ്ട്. അപ്പൊ ഡിസീസില് ഇപ്പൊ ടെറ്റനസിനെ കുറിച്ച് എടുത്തു എന്ന് വിചാരിക്കാം. ടെറ്റനസ് അതൊരു ഡിസീസ് ആണല്ലോ. അപ്പൊ അതിനെ കുറിച്ച് പറയുമ്പോൾ എന്താണ്, എനിക്കറിയാതെ ഇപ്പൊ ഞാനാണ് എടുക്കുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇല്ലട്ട് ബാച്ചില് മറ്റു ടീച്ചേഴ്സ് ആണുള്ളത്. ഓക്കെ, അപ്പൊ ഒരു മിസ് വന്ന് എടുക്കുവാണെന്ന് വിചാരിക്കുക, ടെറ്റനസിനെ കുറിച്ച് ക്ലാസ് എടുത്തു എന്ന് വിചാരിക്കാം. അപ്പൊ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കംപ്ലീറ്റ് പറഞ്ഞു തന്നു. ഓക്കെ, പക്ഷേ എന്തെങ്കിലും അതിനകത്ത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട്. ചിലപ്പോ നിങ്ങൾക്ക് അറിയാൻ പറ്റും ടെറ്റനസിനെ കുറിച്ച്, അല്ലെ? ഇഞ്ചക്ഷൻ എടുക്കുന്നതല്ലേ, TT എടുക്കുന്നതല്ലേ, TT എടുക്കാറില്ലേ നമ്മള്? അപ്പോ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ വന്നു, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിനോട് എന്തെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പൊ തന്നെ അവിടെ റെസ്പോൺസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ക്ലാരിറ്റിയോട് കൂടി ചോദിച്ച് മനസ്സിലാക്കി പോകാവുന്നതാണ്. പിന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയാം. നിങ്ങൾ TT എടുത്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ എടുത്തത്, എപ്പോഴാണ് എടുത്തത്, അങ്ങനെയുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലുള്ള ആർക്കെങ്കിലും ആ ഒരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്കത് ഇവിടെ ഷെയർ ചെയ്യാം.
അതാണ് നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഓരോരുത്തർക്കും അപ്പൊ നമ്മളിങ്ങനെ കേട്ടിരിക്കുക, അതായത് ഒരു ടീച്ചർ പറയുന്നത് മാത്രം ഇങ്ങനെ കേട്ടിരിക്കുകയല്ല ചെയ്യുന്നത്. പലർക്കും പല എക്സ്പീരിയൻസ് ഉണ്ടാകും. ആ എക്സ്പീരിയൻസിലൂടെ നമുക്ക് ഓരോ കാര്യങ്ങള് പുതുതായിട്ട് പഠിച്ചെടുക്കും. മനസ്സിലായല്ലോ? അത് നിങ്ങൾക്ക് ക്ലാസ് തുടങ്ങുമ്പോ മനസ്സിലാവും കേട്ടോ എങ്ങനെയാണ് ആ ക്ലാസ് മുന്നോട്ട് പോകുന്നതെന്ന്. കാരണം ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ ചിലപ്പോൾ അത്രത്തോളം നിങ്ങൾക്ക് ക്ലിയർ ആകണം എന്നില്ല. അപ്പൊ അത് നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ചോദിക്കാം, ആരും മിണ്ടാതിരിക്കരുത്, എല്ലാവരും നല്ല ആക്റ്റീവ് ആയിട്ട് ഇരിക്കുക എപ്പോഴും കേട്ടോ. ഉറക്കം തൂങ്ങിയിരിക്കരുത് ക്ലാസ്സുകളില്. സംസാരിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, സംശയം ഉണ്ടെങ്കിൽ സംശയം ചോദിക്കാം, നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അങ്ങനെയുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും ടാലന്റ് ഉള്ളവരാണെങ്കിൽ, പാട്ട് പാടാൻ കഴിവുള്ളവരാണെങ്കിൽ നന്നായിട്ട് പാട്ട് പാടാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. സ്റ്റോറി പറയാൻ ഇല്ലെന്നോ, ടാലന്റ് ഇല്ലെന്നോ, ഒന്നിനും ഇല്ലേ? അങ്ങനെയില്ല, ഏതെങ്കിലും ഒന്നിന് ദൈവം ടാലന്റ് തരും. പ്രോജക്റ്റ് അസൈൻമെന്റ് ഇതൊക്കെ ചെയ്യാനുള്ള രീതികളൊക്കെ പറഞ്ഞു തരൂലേ നമുക്ക്? എന്താണ് മോളെ, എന്താണ് ഫാത്തിമ? പ്രോജക്റ്റ് അസൈൻമെന്റ് അതായത് റെക്കോർഡ്സ് ഒക്കെ ചെയ്യേണ്ട രീതികളെല്ലാം നമുക്ക് പറഞ്ഞു തരുമോ? എല്ലാം പറഞ്ഞു തരും. എങ്ങനെയാണ് അസൈൻമെന്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പ്രോജക്റ്റ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. നമ്മള് ഓൺലൈൻ വഴി മാത്രം സബ്മിറ്റ് ചെയ്താൽ പറ്റില്ല. പ്രോജക്റ്റ് ആയിട്ട് നമുക്കില്ല. നമുക്ക് ആക്ടിവിറ്റി, അസൈൻമെന്റ്, റെക്കോർഡ് അങ്ങനെയാണ് ഉള്ളത് കേട്ടോ. അപ്പൊ ഇതെല്ലാം ഓൺലൈൻ വഴി നമ്മള് ഇങ്ങനെ വീഡിയോ കോൾ മാത്രം കാണിച്ചാൽ മതിയില്ലേ? നമ്മള് അതായത് ആക്ടിവിറ്റി ആണെങ്കിൽ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാം. ക്ലാസ് സമയത്ത് നിങ്ങൾക്ക് കാണിക്കാം വീഡിയോ ഓൺ ചെയ്തിട്ട്. ഓക്കെ, ഇത് ഞാനിപ്പോ ഇത് കാണിച്ചല്ലോ നിങ്ങളെ, ഇത് ആക്ടിവിറ്റിയാണ്. ഇത് രണ്ട് ആക്ടിവിറ്റിയാണ്. ഇത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ടീച്ചറിനെ കാണിച്ചു കൊടുക്കാം. നിങ്ങളുടെ ചിത്രം കാണിച്ചു കൊടുക്കാം. മിസ്സേ ഞാനിത് ചെയ്തു എന്നും പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കാം. അതപ്പോ മറ്റുള്ളവരും കാണും ഇല്ലേ? ഓർക്കും കൂടി ഒരു പ്രചോദനം ആവും അല്ലെ? അത് കാണുമ്പോ എനിക്കും ചെയ്യണം എന്നൊരു തോന്നൽ ഉണ്ടാവും. അപ്പൊ അങ്ങനെയാണ് ഏതൊരു ആക്ടിവിറ്റി ചെയ്യുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യാ, അത് നിങ്ങൾ ഷെയർ ചെയ്യുക കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, അസൈൻമെന്റ് ആണെങ്കിൽ നമ്മൾ ഗൂഗിൾ ക്ലാസ് റൂമിൽ എന്ത് ചെയ്താൽ മതി, സബ്മിറ്റ് ചെയ്താൽ മതി. സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന് മാർക്ക് കിട്ടും. ഓക്കെ, അങ്ങനെ ഒരു പ്രത്യേകത. മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു ചാപ്റ്റർ കഴിഞ്ഞതിന് ശേഷം ആ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ ഓപ്ഷൻസ് ഉണ്ടാവും 4 എണ്ണം. OMR ആണ്. ഓപ്ഷൻസ് ഉണ്ടാകും. അപ്പൊ ശരിയായ ഉത്തരം നമുക്ക് ചൂസ് ചെയ്തിട്ട് അവിടെ സെലക്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ് കേട്ടോ. ഓപ്ഷൻസ് ഉണ്ടാവും, 4 ഓപ്ഷൻസ് ഉണ്ടാകും, ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അങ്ങനെ 5 എണ്ണം ഉണ്ടാകും. 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും കേട്ടോ. നമ്മുടെ ഒരു ടെക്സ്റ്റ് ബുക്ക്, ഒരു മൊഡ്യൂൾ എന്ന് പറഞ്ഞു വെച്ചാല് ആ ടെക്സ്റ്റ് ബുക്ക് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് എക്സാം ഉണ്ടാവുമോ? ആ ടെക്സ്റ്റ്, അതായത് നമുക്ക് ഈ നമ്മുടെ രീതി എന്ന് പറഞ്ഞാല് നമ്മുടെ ഈ ഒരു മൊഡ്യൂൾ 1 4 പാർട്ടുകൾ ഉണ്ട്. അതിനകത്ത് പാർട്ട് 1, പാർട്ട് 2 കഴിയുമ്പോൾ ഒരു ടേം എക്സാം ഉണ്ടാവും. ഓക്കെ, ആ പാർട്ട് 1നും പാർട്ട് 2നും കൂടി ഒരു ടേം എക്സാം ഉണ്ടാകും. പിന്നീട് നമ്മൾ പാർട്ട് 3യും പാർട്ട് 4ഉം കഴിഞ്ഞതിന് ശേഷം ഒരു ടേം എക്സാം ഉണ്ടാകും. ഓക്കെ, പിന്നീടാണ് നമ്മുടെ മെയിൻ എക്സാമുകളും മറ്റുമൊക്കെ വരുന്നത് കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. ക്ലാസ് ഇപ്പൊ നമ്മൾ അതിനെ കുറിച്ച് പറയാവേണ്ട, നമ്മുടെ ക്ലാസ് തുടങ്ങിയിട്ടില്ലല്ലോ. ക്ലാസ് തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ ആ എക്സാം ഒക്കെ ആകാറാകുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള അതിനുള്ള ഇൻഫോർമേഷൻ ഇവിടുന്ന് തരും, എപ്പോഴാണ് എക്സാം എന്നുള്ളത് കറക്റ്റ് കേട്ടോ. ചാപ്റ്റർ കഴിയുമ്പോൾ, ചാപ്റ്റർ എന്താണ് ഒരു മിസ് തന്ന ഒരു ദിവസം ക്ലാസ് എടുത്തു, ചിലപ്പോ അന്ന് ചാപ്റ്റർ തീരണം എന്നില്ല, ചിലപ്പോ 2-3 ദിവസം കൊണ്ടായിരിക്കാം ചാപ്റ്റർ തീരുന്നേ. അപ്പൊ ആ ചാപ്റ്റർ തീർന്നു കഴിഞ്ഞതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് എന്ത് കിട്ടുന്നേ, മോക്ക് ടെസ്റ്റ് കിട്ടുന്നേ ക്ലാസ് റൂമിൽ കേട്ടോ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. എന്താ മൊഡ്യൂൾ എപ്പോ കിട്ടും? ക്ലിയർ അല്ലല്ലോ, എന്താണ്? മൊഡ്യൂൾ എപ്പോ കിട്ടും? ടെക്സ്റ്റ് ബുക്ക് ആണോ? അതെ, ടെക്സ്റ്റ് ബുക്കുകൾ അയച്ചു തരും കേട്ടോ, നിങ്ങൾക്ക് അയച്ചു തരും.
മാം നമുക്കിപ്പോ ഈ നോട്ട്സ് ഒക്കെ എഴുതാനായിട്ട് നമുക്ക് എത്ര നോട്ട്സ് വേണം അങ്ങനെ ഇല്ലേ? നോട്ട്സ് അപ്പൊ എന്ന് അതായത് പറഞ്ഞാൽ മൊഡ്യൂൾ അതായത് ടീച്ചേഴ്സ് അവരെടുക്കുന്നതിനനുസരിച്ചിട്ടാണ്. നമ്മളിപ്പോ ഒരു തൽക്കാലം ഒരു നോട്ട് നിങ്ങൾ വെക്കുക, ഒരു നോട്ട് മതി, ഒരു പറയുന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാൻ മാത്രം കേട്ടോ. ഓക്കെ, അല്ലാതെ നമുക്ക് നോട്ട്സ് ആയിട്ട് എഴുതിയൊന്നും വേണ്ടല്ലോ. വേണ്ട വേണ്ട, നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കുകൾ ടെസ്റ്റ് കിട്ടുമല്ലോ മാത്രം കയ്യില്. മതി. പിന്നെ അതിനകത്ത് ചിലപ്പോ അതായത് മോണ്ടിസോറി മെത്തേഡ് എന്ന് പറഞ്ഞാലേ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ മാത്രമല്ല നമ്മൾ പഠിക്കുന്നത്, അതിന് പുറത്തുള്ള ധാരാളം കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു എക്സ്പീരിയൻസിന് കൂടുതൽ പ്രാധാന്യമുണ്ട് അല്ലെ. അപ്പോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയും. അല്ലാതെ കുറച്ച് എന്താ പറയാ, നമ്മള് ആ ഒരു ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഒതുങ്ങരുത് നമ്മൾ ഒരിക്കലും. ആ ടെക്സ്റ്റ് ബുക്കിന് പുറത്തോട്ടും ചില കാര്യങ്ങളുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടെറ്റനസ് എന്ന് പറയുന്ന രോഗത്തെ കുറിച്ച് ഞാൻ പറയുന്നു, കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുന്നു, കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പറയുന്നു. ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ കിട്ടുന്നു, യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ കിട്ടുന്നു, വേറെ വല്ല മാഗസിനുകളിൽ നിങ്ങൾ വായിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ കിട്ടുന്നു. അങ്ങനെ കുറെ അധികം ഇൻഫോർമേഷൻസ് കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മളൊരു കാര്യം കംപ്ലീറ്റ് ആക്കുന്നത്. ഓക്കെ, അപ്പൊ ടെക്സ്റ്റ് ബുക്ക് ഒരിക്കലും അത് മാത്രം പഠിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല കേട്ടോ. അപ്പൊ ടെക്സ്റ്റ് ബുക്കിന്റെ പുറത്തു കൂടി കുറച്ച് കാര്യങ്ങളുണ്ട്, അതും കൂടി നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, നമ്മൾ ടീച്ചർ ആവാനായിട്ടുള്ളവരാണ് അല്ലെ, ടീച്ചേഴ്സ് ആവാനായിട്ടുള്ളവരാണ്, കുട്ടികൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ളവരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ജയദേവ് സാറിന്റെ ക്ലാസ് ഉണ്ടാവും ഒരു ദിവസം. ഇതുപോലെ തന്നെ എന്റെ ഒരു ക്ലാസ് ഇപ്പൊ കഴിഞ്ഞില്ലേ, നടന്നില്ലേ, അതുപോലെ തന്നെ സാറിന്റെ ക്ലാസ് ഉണ്ടാവും. അതിനകത്ത് സർട്ടിഫിക്കറ്റ് സംബന്ധമായിട്ടുള്ള ക്ലാസ്സുകളും മറ്റൊക്കെ സാറ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ് കേട്ടോ. ഇത് ഞാൻ തിരക്കിയപ്പോഴത്തേക്കും കുറച്ച് എൻ്റെ ഫ്രണ്ട്സ് പഠിച്ചവർ കൂടുതലും അവർ വീട്ടിൽ ഇരുന്ന് പഠിച്ചവരും ഉണ്ട്, അല്ലാതെ പോയി പഠിച്ചവരും ഉണ്ട്. അപ്പൊ അവർക്ക് ഓൺലൈൻ എക്സാം വന്നപ്പോഴത്തേക്കും അവരയച്ചു കൊടുത്ത പേപ്പറിൽ ഫുള്ള് തിയറി ആയിരുന്നു എഴുതേണ്ടത്, ഭയങ്കര ടഫായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്കാരി വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ നമുക്കിപ്പോ ഞാൻ ഇത് ചെയ്യുന്നു എന്ന് കേട്ടപ്പോ അവൾ പറഞ്ഞ് OMR ഒരിക്കലും ഒബ്ജക്റ്റീവ്സ് ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് വരില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതെനിക്കൊരു സംശയമുണ്ട്. നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് തന്നെയാണ് എക്സാം വരുന്നത് കേട്ടോ. തന്നെ കുഴപ്പമില്ലല്ലോ അല്ലേ? കൂടുതൽ മനസ്സിലായി പുറത്ത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഉണ്ടാവും, കൂടുതലായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ തന്നെയാണ് ഉണ്ടാവുക. പിന്നെ നമ്മൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പുറത്തുനിന്ന് കുറച്ച് കാര്യങ്ങൾ പഠിക്കണം എന്ന് പറയുന്നത് കേട്ടോ. കാരണം നമ്മൾ ടീച്ചർ ആവാനുള്ളതല്ലേ, എല്ലാ കാര്യങ്ങളെ കുറിച്ചും ബേസിക് ആയിട്ട് അവയർനെസ് ഉണ്ടാകണം. ഓക്കെ, എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനായിട്ട്? കേൾക്കാം. മെയിൻ എക്സാം ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണോ? മെയിൻ എക്സാം ആണോ? മെയിൻ എക്സാമും ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ് കേട്ടോ. Hi madam. പറഞ്ഞോളൂ. Montessori teacher training and PG diploma in Montessori teacher training the difference എന്താണ്? അതായത് നമുക്ക് PG പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്. ഡിപ്ലോമ ആണെങ്കിൽ ഡിപ്ലോമയ്ക്കും ഉണ്ട്, എന്നാലും കുറച്ചുകൂടി അഡ്വാൻസ് ലെവലിലുള്ള കാര്യങ്ങള് നമുക്ക് PGക്ക് പഠിക്കാൻ പറ്റും. സ്കൂള് അപ്പൊ ഡിഗ്രി ഇല്ലാത്തവർക്ക് PG ചെയ്യാൻ പറ്റുമോ? ഇല്ല, അത് പറ്റില്ല. ഡിഗ്രി വേണം കേട്ടോ, ഡിഗ്രി ഉണ്ടെങ്കിലേ ചെയ്യാനായിട്ട് പറ്റൂ. അതിനകത്ത് കുറച്ചുകൂടി അഡ്വാൻസ് ലെവലിലുള്ള കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ നമുക്ക് ഡിപ്ലോമ ജോലിക്ക് പ്രശ്നമൊന്നും വരില്ലല്ലോ? ഇല്ല, ഒരു പ്രശ്നമില്ല കേട്ടോ. നിങ്ങൾക്ക് ചെറിയ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാം, സെക്ഷൻ കുട്ടികളെ പഠിപ്പിക്കാം കേട്ടോ. നല്ലതല്ലേ, ആ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനല്ല ഏറ്റവും കൂടുതൽ നല്ലത്. ഓക്കെ, രസകരമായിട്ട് പഠിപ്പിക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ബേസ് എന്ന് പറയുന്നത് ഡിപ്ലോമ ആ ഒരു ബാച്ച് തന്നെയാണ്. പിന്നെ അഡ്വാൻസ് ലെവലില് PGയില് കുറച്ച് കാര്യങ്ങൾ അത് ഡിഗ്രി സ്റ്റുഡൻസിനെ പഠിപ്പിക്കും. എന്താണ്? ഡിപ്ലോമ ഉള്ളവരും ഉണ്ട്, PG ഉള്ളവരും ഉണ്ട്, PG ക്ലാസ് എടുത്തവരും ഉണ്ട്.
PG ക്ലാസ് നമുക്ക് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യില്ല. അത് നമ്മുടെ ക്ലാസ് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, ഡിപ്ലോമ ഏകദേശം തീരാറാകുമ്പോഴാണ് PG സ്റ്റാർട്ട് ചെയ്യുക. അതിനെ ഓർക്കണ്ട, ഇപ്പൊ ഡിപ്ലോമ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ഹലോ, ആ പറഞ്ഞോളൂ. +2 ബേസ് ഉണ്ടെങ്കിലും PG ഡിപ്ലോമ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? പറഞ്ഞിട്ടുണ്ടായിരുന്നോ നിങ്ങൾക്ക് ക്ലാസ്സില്? നമുക്ക് അല്ല ജോയിൻ ചെയ്യുമ്പോഴേ പറഞ്ഞു ആദ്യം ഞാൻ +2 ബേസ് ആണ്, അപ്പൊ ഡിപ്ലോമ തന്നെയാണെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു അവർക്ക് നിങ്ങൾക്ക് പുതിയ ഇത് ഇതാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് PG ഡിപ്ലോമ +2 ബേസിലുള്ളവർക്കും ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞല്ലേ? ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റുമായിരിക്കും. പാസ് ആയതിനു ശേഷം ഏതാണ് PG ഡിപ്ലോമ പാസ് ആയതിനു ശേഷം? ആ, ഓക്കെ ഓക്കെ ഓക്കെ, പുതിയ മെത്തേഡ് ആയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോ എല്ലാവർക്കും ഡൗട്ട് ഒക്കെ ക്ലിയർ ആയില്ലേ? ഓക്കെ ആണ്. ഓക്കെ, അപ്പൊ ഞാനെന്നാ പൊയ്ക്കോട്ടെ. നിങ്ങളുടെ എല്ലാ ഡൗട്ടും ഈ ഒരു കാര്യം, ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ സാറ് ക്ലാരിറ്റി തരും കേട്ടോ. ജയദേവ് സാറിന്റെ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉണ്ടാകും. അല്ലെങ്കിൽ ക്ലാസ് തുടങ്ങിയതിന് ചിലപ്പോ 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ അതിന് മുമ്പായിരിക്കും ഉണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ, ഈ കോഴ്സിന്റെ കാര്യങ്ങൾ, അതുപോലെ സർട്ടിഫിക്കറ്റിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ സാർ, അപ്പോ തീർച്ചയായിട്ടും എനിക്കറിയാത്ത പല കാര്യങ്ങളുണ്ട്, അത് സാറ് ക്ലാരിഫിക്കേഷൻ തരും. ഞാൻ ക്ലാസ് സംബന്ധമായിട്ടുള്ള കാര്യം മാത്രമാണ് പറഞ്ഞത് കേട്ടോ. നമ്മുടെ ക്ലാസ്സുകൾ എങ്ങനെയാണ്, പിന്നെ മോണ്ടിസോറിയെ കുറിച്ചിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ. ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് വൈൻഡപ്പ്. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് സൈൻ ഔട്ട് ചെയ്യണം. നമ്മൾ സൈൻ ഇൻ സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ക്ലാസ് തുടങ്ങിയത്? നമ്മളിത് താങ്ക് യു പറയണം. ഹോൾ ക്ലാസ്സിന് താങ്ക് യു പറയുന്നതാണത് സൈൻ ഔട്ട് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, പ്രയർ സ്റ്റാർട്ട് ചെയ്യുക, ദെൻ സൈൻ ഇൻ ചെയ്യുക, തോട്ട് ഓഫ് ദി ഡേ പറയാ, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അതിനുശേഷം ക്ലാസ് കഴിയുമ്പോൾ സൈൻ ഔട്ട് ചെയ്ത് ക്ലാസ്സിനെ താങ്ക് യു പറഞ്ഞ് പിരിയുക. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ് എനിക്ക് മനസ്സിലാവുന്നില്ല പറയുന്നത്. ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടോ കുട്ടി പറയുന്നേ? ഇല്ല. ഓക്കെ ഓക്കെ, അപ്പോ എല്ലാവർക്കും താങ്ക് യു. മൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ. ഓക്കെ, നാഷണൽ അന്തം വേണ്ടേന്നാണ് ചോദിക്കുന്നത്. നാഷണൽ അന്തം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാൻ കുഴപ്പമില്ല കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.